നിങ്ങൾ പെട്ടെന്ന് എത്തിയല്ലോ. നമ്മൾ പോയ ഓട്ടോ തന്നെ തിരിച്ചു വന്നിന്, അതാ ഇത്ര പെട്ടെന്ന് എത്തിയേ. ആഷി, മോന്റെ ക്ലാസ്സെല്ലാം എങ്ങനെയുണ്ട്? ക്ലാസ് അല്ല സൂപ്പർ ഉമ്മ. എനിക്ക് പുതിയ ഫ്രണ്ട്സിനെയും കിട്ടി. ഉമ്മ മോനോട് ആദ്യം പറഞ്ഞല്ലേ മോന് ഫ്രണ്ട്സിനെല്ലാം ആദ്യത്തെ ദിവസം തന്നെ കിട്ടുന്നത്. അല്ല ബാ, അനക്ക് വിശക്കുന്നില്ലേ? വിശപ്പെല്ലാം ഉണ്ട്. ആഷി, അനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വേഗം പോയി കൈ മുഖം കഴിയിട്ടുവാ. ഉമ്മ കഴിക്കാൻ എന്താ ഉള്ളേ? ചോറുണ്ട്, മീൻ കറിയുണ്ട്, മീൻ പൊരിച്ചുണ്ട്, സാമ്പാറുണ്ട്. അതെന്താ ചിക്കൻ ഇല്ല? അല്ലാശേ, നീയല്ലേ രാവിലെ ഒരു പ്ലേറ്റ് നിറച്ച് ബിരിയാണി കഴിച്ചിട്ട് പോയിന്. അത് രാവിലെ അല്ലേ? ബിരിയാണി എല്ലാം രാവിലെ തന്നെ തീർന്നില്ലേ? തീർന്നൂന്നാ? അല്ലാശേ, ഞങ്ങളെല്ലാം ഇവിടെ ദോശയും ചമ്മന്തിയും കഴിച്ചപ്പോ നീ മാത്രമല്ലേ ബിരിയാണി കഴിച്ചേ? എനിക്ക് ചോറ് വേണ്ട. അല്ല അപ്പൊ എനക്കെന്താ വേണ്ടേ? എനിക്ക് KFC വേണം. എന്തെന്ന് വേണമെന്ന്? KFC. അല്ല അപ്പൊ ഇവിടെ ചോറും കറിയില്ലാതെ തിന്നോ? നിങ്ങൾ എന്നെ തിന്നോ, എനിക്ക് KFC മതി. എനിക്ക് വേണമെങ്കിൽ നീ ചോറ് കഴിച്ചായി, എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. ഉമ്മ എനിക്ക് KFC വേണോ? ആശി, നീ അതേ കളിക്കല്ലേ. ഇതെന്താ എല്ലാ ദിവസം ചിക്കനാ? ചിക്കൻ തിന്ന് നിന്ന് ചെക്കൻ കോയിനെ പോലെ വന്നിട്ട് ചിക്കൻ വേണം പോലും. ഉമ്മ എനിക്ക് വേണമെങ്കിൽ നീ ചോറ് തിന്നാശി, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. ആന്റി പ്ലീസ് ആന്റി, എനിക്ക് KFC വാങ്ങിത്താ. അല്ല ആശി, ഇവിടെ ചോറും കറിയല്ലോ ഇല്ലേ, നമുക്ക് വേറെ ദിവസം പുറത്തുനിന്ന് കഴിച്ചാൽ പോരെ? ആഷി, നീ അതിന്റെ മുത്തല്ലേ, ഇനി ഇവിടുന്ന് ചോറും കറിയും കഴിക്കേ. അല്ല അപ്പൊ KFC നമുക്ക് ഈ ആഴ്ച തന്നെ പുറത്തു പോവാന്ന്, അന്ന് KFC കഴിക്കാം. സത്യമായിട്ടും? ആ ആഷി, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, നമ്മളാണ് സത്യം. എന്നാ ഞാൻ ചോറ് കഴിക്കാം. ആഷി, നീ ആദ്യം പോയി കയ്യും മുഖം കഴിയിട്ടുവാ. ഇപ്പൊ പോയിട്ട് വരാം ആന്റി. ഈ ചെക്കൻ്റെ ഒരു കാര്യേ പാവം. എന്താണ് രണ്ടും കൂടി ഒരു കുശു കുശു? അല്ല, രണ്ടാളും കൂടി എന്തോ ഭീകരമായ ചർച്ചയിലായിരുന്നല്ലോ. എന്താ മക്കളെ, എന്താ കാര്യം? അതിനെന്താ ചോദിച്ചോ? KFCയോ? ആ അമ്മ ഒന്ന് വാങ്ങിക്കേ, ഞങ്ങൾ കൊറേ ആയില്ല കഴിച്ചിട്ട്. ഇന്നെന്തായാലും വാങ്ങിക്കൽ നടക്കില്ല, നമുക്ക് സൺഡേ പുറത്ത് പോകുമ്പോ വാങ്ങിക്കാം. മൂന്നിന്റെ ചിരി നോക്കിയേ. വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു, പട്ടിച്ചേട്ടത്തിയെ കടിച്ചു, 2 കുട്ടികളെയും കടിച്ചു, പിന്നെ അയലത്തെ അവർ എന്നെ പെടലിക്കിട്ടൊരു. ഇതെന്നാ പാർക്കിൽ കണ്ട കുട്ടികളല്ലേ? കൂട്ടത്തിൽ പുതിയൊരെണ്ണം കൂടി ഉണ്ടല്ലോ. ആ 1 ലക്ഷം എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയ കുട്ടികളാ. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എനിക്ക്. ഇവിടെ ഒളിച്ചിരുന്ന് ഇവരെ വാച്ച് ചെയ്യാം. അമ്മ എന്നാ നമുക്ക് അകത്ത് കയറാം, എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്കും. നല്ല ചോറും മീൻ പൊരിച്ചതും മാമ്പഴ പുളിശ്ശേരിയും ഒക്കെ ഉണ്ട്. മക്കള് വാ, ഞാൻ വിളമ്പി തരാം. എല്ലാം അകത്ത് കയറിപ്പോയല്ലോ. അപ്പൊ ഇവിടെയാണ് അവർ താമസിക്കുന്നത്. എന്തൊക്കെ പ്ലാനായിരുന്നു എനിക്ക് ആ 1 ലക്ഷം രൂപ വെച്ചിട്ട്. അതൊക്കെ നശിപ്പിച്ച കുട്ടികളാണ്. ഇവർക്ക് എനിക്കൊരു പണി കൊടുക്കണം. പക്ഷെ ഞാൻ എന്താ ചെയ്യാ? നേരിട്ട് ഇടപെടാൻ പറ്റില്ല. ആ കുട്ടിയൊക്കെ എന്നെ കണ്ടാൽ മനസ്സിലാവും. ആ വഴിയുണ്ട്. ചേടാ, ഇവനെന്താ എടുക്കാത്തെ? എടുത്തു. ഹലോ കുട്ടപ്പ. എന്താടാ സോമ, നിന്നോട് ഞാൻ എപ്പോഴും പറയുന്നതാ, എന്നെ കുട്ടപ്പാന്ന് വിളിക്കരുത്. കോൾ മീ കുട്ടാ. കുട്ടയാ? എന്നെ കുട്ടാന്ന് വിളിക്കാൻ. ബെസ്റ്റ്, കുട്ടാന്ന് വിളിക്കാൻ പറ്റിയ സാധനം. അല്ല, നീ എന്തിനാ എന്നെ ഇപ്പൊ ഫോൺ വിളിച്ചേ? നിന്നോട് അന്ന് എനിക്കൊരു 1 ലക്ഷം രൂപ കിട്ടിയ കാര്യം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു. പക്ഷെ ആ പൈസ നിന്റെ കയ്യിൽ ഇല്ലല്ലോ. അന്ന് തന്നെ അത് പോയില്ലേ? അതെല്ലാം അന്ന് തന്നെ പോയി. പക്ഷെ അത് പോകാൻ കാരണക്കാരായ 2 കുട്ടികളെ ഞാൻ ഇന്ന് കണ്ടു. ഏത്? ആ പൈസയുള്ള വെച്ചോ? അല്ലടാ, വേറെ 2 എണ്ണം. അതിനെന്ന് വേണ്ടേ? നീ ഇന്ന് രാത്രി ഇവരുടെ വീട്ടിൽ കയറണം. യു മീൻ മോഷണം? അതന്നെ. പിന്നെന്താ, തീർച്ചയായും. ഞാനിപ്പോ വീടിന്റെ മുന്നിലുണ്ട്, നിനക്ക് ലൊക്കേഷൻ അയക്കാം. നീ ഇപ്പൊ തന്നെ ഇങ്ങ് പോര്. ഇപ്പഴേ ഒന്ന് മോഷ്ടിക്കണോ? അല്ലട പൊട്ടാ, നിനക്ക് വീടൊക്കെ ഒന്ന് കണ്ടുവെക്കണ്ടേ? അതിനോ? അതിനെന്നെ. ഞാനിപ്പം ലൊക്കേഷൻ അയക്കാം. എന്നാ വേഗം അയച്ചോ, ഞാൻ വേഗം തന്നെ വരാം. ശരി.